Hello everyone, welcome to Say Cheers. ഇന്ന് വെജ് മഞ്ചൂരിയൻ ഡ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, ബീൻസ് 1 കപ്പ് ചെറുതായി അരിഞ്ഞത്, ക്യാബേജ് 2 കപ്പ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഈ പച്ചക്കറിയൊക്കെ എത്രത്തോളം ചെറുതായി അരിയാൻ പറ്റുമോ അത്രത്തോളം ചെറുതായി അരിയണം. ഞാൻ ചോപ്പറിലിട്ട് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. പിന്നെ 1/2 കപ്പ് ഉള്ളിയുടെ തണ്ട്, പച്ച കളർ തണ്ട് ഉണ്ടാവില്ല അത്. ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി വെള്ള കളറിലുള്ളത്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 കപ്പ് മൈദ. ഇതെല്ലാം കൂടി വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ വേണ്ടി വന്ന 1 ടേബിൾ സ്പൂണോ മറ്റേ വെള്ളം ഒഴിച്ചാൽ മതി, 1-2 ടേബിൾ സ്പൂൺ ആവശ്യമനുസരിച്ചിട്ട്. വേണ്ടി വരില്ല, ഈ ക്യാബേജിനൊക്കെ വെള്ളം ഇറങ്ങി വരും. വെള്ളം ലേശം കൂടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മൈദ ചേർക്കൂ. നന്നായി കുഴച്ച ശേഷം ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഒരു പ്ലേറ്റിൽ വെക്കണം. ഈ പച്ചക്കറിയുടെ കൂടെ നമ്മൾ മൈദ ഒരു ബൈൻഡിങ്ങിന് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ആവശ്യത്തിൽ കൂടുതൽ മൈദ ചേർക്കരുത്, അപ്പോൾ പച്ചക്കറിയുടെ സ്വാദ് പോവും. പിന്നെ ഒരു കടായി ചൂടാക്കിയിട്ട് അതിൽ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുളകൾ കുറേശ്ശെയായിട്ട് നമ്മൾ വറുത്തെടുക്കണം. അടുപ്പിലിടുമ്പോൾ തീ നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം. 1 മിനിറ്റ് നമ്മളിത് അനക്കാതെ വെക്കണം. പിന്നെ നമ്മൾ തീ ഒന്ന് മീഡിയത്തിലാക്കിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കണം. ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ കോരി വാങ്ങി വയ്ക്കാം. ഇത് ഇരുന്ന് കുറച്ചുകൂടെ ഡാർക്ക് ആകണ്ടോളൂ. ഫുള്ള് ഹൈ ഫ്ലെയിം വെച്ച് വറക്കുമ്പോൾ പുറമേ ബ്രൗൺ ആകുകയും ചെയ്യും, ഉള്ളു വേകുമില്ല. ഇനി ഒരു ബൗളിൽ 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് ഒന്ന് കലക്കി വെക്കണം. കട്ടകളൊന്നും ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ വറുത്തെടുത്ത എണ്ണയുണ്ടല്ലോ, ആ എണ്ണ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ആ എണ്ണയിലേക്ക് 1 കപ്പ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കണം. 1 മിനിറ്റ് ചെറുതായിട്ടൊന്ന് വതക്കിയ ശേഷം അതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കണം. എന്നിട്ട് അതിൽ 3 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെച്ചത് ചേർക്കണം. ഇനി ഇതെല്ലാം കൂടി 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വതക്കിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. നമ്മൾ ആ തണ്ടോട് കൂടിയുള്ള ഉള്ളി എടുത്തിട്ടില്ലേ, അതിൻ്റെ ആ അടിയത്തെ ഭാഗം ഉണ്ടാകുമല്ലോ, ആ ഉള്ളി. പിന്നെ കുറച്ച് മല്ലിയിലയും ചേർത്തിട്ട് ഒന്ന് വതക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന 1 കാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ആ ഉള്ളിയുടെ പച്ചഭാഗം കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി 2 മിനിറ്റ് ഒന്ന് വതക്കിയെടുക്കണം മീഡിയം ഫ്ലെയിമിൽ. ഇനി ഇതിൽ ചേർക്കേണ്ടത് 1/4 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടേബിൾ സ്പൂൺ വിനേഗർ, 1.5 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസ്. ഈ സോയാ സോസിൽ കുറച്ച് ഉപ്പുണ്ടാകും, അതുകൊണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഉപ്പ് പോരെങ്കിൽ ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തോളൂ. ഡാർക്ക് സോയാ സോസാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് മാക്സിമം ഒരു 2 ടേബിൾ സ്പൂൺ ഇടാൻ പാടില്ല. ഇനി നമ്മൾ ആ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അത് ഒഴിച്ചു കൊടുക്കണം. ഇതെല്ലാം കൂടി ഇളക്കി 1 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുമ്പോഴേക്കും ഒന്ന് കൊഴുത്ത് വരും. അപ്പോൾ നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന മഞ്ചൂരിയൻ ബോൾസ് ഇല്ലേ, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി എല്ലാം കൂടി യോജിപ്പിക്കണം. ലൈറ്റ് സോയാ സോസ് ആയാലും ഡാർക്ക് സോയാ സോസ് ആയാലും അത് ആവശ്യത്തിൽ കൂടുതലിട്ടാൽ ഒരു കയ്പ്പ് വരും. ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കാനായിട്ട് മാക്സിമം ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. മഞ്ചൂരിയൻ ഉണ്ടാക്കുമ്പോൾ തണ്ടോട് കൂടിയിട്ടുള്ള ഉള്ളി വേണം എടുക്കാനായിട്ടുള്ളൂ. ഇനി ഇത് വിളമ്പുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ആ ഉള്ളിയുടെ പച്ച തണ്ടും കുറച്ച് മല്ലിയിലയും വിതറി കൊടുക്കുക. അതുപോലെ കോൺഫ്ലവറും 1.5-2 ടേബിൾ സ്പൂൺ മാത്രമേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. കൂടുതലായിപ്പോയാൽ പിന്നെ ആ ഗ്രേവിക്ക് കൊഴുപ്പ് കൂടും, നന്നായിരിക്കില്ല പിന്നെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു, ബൈ.